എ കിസ് സ്റ്റോറി ലാസ്റ്റ് പാർട്ട്. അയ്യോ അല്ലു, കുടിക്കല്ലടി, നീ വന്നേ. രണ്ടെണ്ണം ഒരുമിച്ച് അകത്ത് ചെന്നപ്പോൾ അതുവരെയുള്ള കരച്ചിലൊക്കെ പോയി ഒരു മന്തിപ്പോടെ നിന്നവൾ അഞ്ജുവിനെ തള്ളി മാറ്റിക്കൊണ്ട് ഒരു ഗ്ലാസ് കൂടി അകത്താക്കി. അപ്പോഴേക്കും അവളൊന്ന് ആടിത്തുടങ്ങിയിരുന്നു. കുഴഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ടവൾ വീണ്ടും അടുത്തതിനായി ചെന്നപ്പോഴേക്കും അവളുടെ കളിയിൽ പോയ ബോധം തിരിച്ചു വന്ന അഞ്ജു ഓടിച്ചെന്ന് കുടിച്ചതിനുള്ള പൈസയും കൊടുത്ത് അല്ലുവിനെയും കൊണ്ട് പിടിച്ച പിടിയാലെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് പുറത്തിറങ്ങി. എന്നാൽ പുറത്തെത്തിയതും തൻ്റെ കൈ തട്ടി മാറ്റി ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെ റോഡരികിലിരുന്ന് കരയുന്നവളെ കാണെ അഞ്ജു തലയിൽ കൈവച്ചു പോയി. എന്നാലും ആ പന്ന പട്ടി ശ്രേയസ് എന്നെ ചതിച്ചില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യും? കൊല്ലും ഞാൻ അവനെ. അവൻ എന്ത് പറഞ്ഞു? എനിക്ക് കിസ് ചെയ്യാൻ അറിയില്ല എന്നോ? കാണിച്ചു തരാടാ പട്ടി. എന്തൊക്കെയോ പിറുപിറുത്ത് പദം പറഞ്ഞുകൊണ്ട് കരയുന്നവളെ നോക്കി അഞ്ജു പല്ല് കടിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ഓടിച്ചെന്നു. എടി നാശമേ, നീ അവിടെ നിന്നൊന്ന് എഴുന്നേൽക്കുന്നുണ്ടോ? ദേ ആൾക്കാരൊക്കെ നോക്കുന്നു. അയ്യോ, ദേ നമ്മൾ ഓഫീസിന് മുന്നിലാടി. അല്ലുവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതിനിടയിൽ ചുറ്റും നോക്കി അവൾ നടന്ന് ഓഫീസിന് മുന്നിലാണ് തങ്ങളുള്ളതെന്ന ബോധം വന്നപ്പോൾ അല്ലുവിനെ തട്ടി വിളിച്ചു കാണിച്ചു കൊടുത്തു. ഹായ്, നമ്മുടെ ഓഫീസ്. അഞ്ജുമ്മ, ഞാൻ ഇപ്പോൾ വരാവേ. മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഈശ്വർ ഗ്രൂപ്പ്സ് കാണവേ സൂപ്പർ ഫാസ്റ്റ് പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടിയവളെ നോക്കി അഞ്ജു കരയണോ ഓടണോ എന്നറിയാതെ നിന്നുപോയി. ഇതേസമയം എന്നും കാണുന്നത് കൊണ്ടും സ്റ്റാഫ്സൊക്കെ പോയി അകത്ത് സാർ മാത്രമാണ് ഉള്ളതെന്ന് അറിയാവുന്നത് കൊണ്ടും സെക്യൂരിറ്റി അവളെ കണ്ട ഉടനെ ഡോർ തുറന്നു കൊടുത്തു. അപ്പോൾ അയാൾക്കൊരു ഫ്ലൈങ് കിസ് കൊടുത്തുകൊണ്ട് അകത്തേക്ക് ഓടുന്നവളെ നോക്കി ഇത്തവണ കിളിപ്പോയ കണക്കെ നിന്നത് അയാളായിരുന്നു. അങ്ങനെ ഓടിപ്പോയവളാണ് ഒരുളുപ്പുമില്ലാതെ ചെന്ന് അദ്വിക്കിനെ ഉമ്മിച്ചത്. സത്യത്തിൽ അവൻ പോവാൻ പറഞ്ഞപ്പോൾ ഉള്ള ബോധത്തിൽ കൊച്ചു പോകാൻ നിന്നതാണെങ്കിലും കൈ കോർത്തു പിടിച്ച് ദൂരെ നിന്ന് വരുന്ന ശ്രേയസിനെയും ഗോപികയെയും കാണെ പോയ പോലെ തിരിച്ചു വരികയായിരുന്നു. അതാണ് ഉണ്ടായത്. ഹാ പോട്ടടി, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട. അവനോട് പോവാൻ പറ. അല്ലെങ്കിലും ഇനി നിനക്ക് അവനെന്തിനാ? നിനക്ക് വേറെ ആളെ കിട്ടിയല്ലോ ഇന്നലെ. കവിളിൽ നെല്ലിക്ക ഉണ്ടാക്കി കുസൃതിയോടെ പറയുന്നവളെ അല്ലു ഇവളിതെന്ത് തേങ്ങയാ പറയുന്നത് എന്ന രീതിയിൽ ചുണ്ട് കൂർപ്പിച്ച് നോക്കി. എന്നാൽ പെട്ടെന്ന് ചുണ്ടിലൊരു നീറ്റൽ അനുഭവപ്പെട്ടപ്പോൾ അവൾ സ്വയം കീച്ചുണ്ടിലൊന്ന് തൊട്ടു നോക്കി. ചെറുതായി മുറിഞ്ഞ് വീർത്തിരിക്കുന്ന ചുണ്ട് കാണെ അവളുടെ കണ്ണ് മിഴിഞ്ഞു. ഇപ്പോഴാണ് അവൾ അത് ശ്രദ്ധിക്കുന്നത് പോലും. എന്താടി, ചുണ്ടിൽ നല്ല വേദനയുണ്ടല്ലേ? ഇതിനേക്കാൾ ദയനീയമായിരുന്നടി പുല്ലേ ഇന്നലെ അങ്ങേരുടെ ചുണ്ട്. നീ അത് കടിച്ചെടുത്ത് കളഞ്ഞില്ലേ മഹാഭാബി. അഞ്ജു വീണ്ടും ടെററായതും ശ്വാസം വിലങ്ങിയ പോലെ അല്ലു അവളുടെ കയ്യിൽ പിടിച്ചു. ഇന്നലെ കുടിച്ച് ബോധമില്ലാതെ താൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി എന്നവൾക്ക് ബോധ്യമായി. അഞ്ജുമ്മ, ഇന്നലെ എന്താ ഉണ്ടായതെന്ന് പറ പ്ലീസ്. എൻ്റെ ചുണ്ടെങ്ങനെ മുറിഞ്ഞത്? ഞാൻ ഇന്നലെ എവിടെയായിരുന്നു? വെപ്രാളത്തോടെ കണ്ണു നിറച്ചുകൊണ്ട് ചോദിക്കുന്നവളെ കാണെ അഞ്ജുവിന് പാവം തോന്നി. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൾ പബ്ബിൽ പോയത് മുതലുള്ള കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞു കൊടുത്തു. സോറി അല്ലു, ഓഫീസിന് പുറത്ത് സാറിൻ്റെ കാർ കിടക്കുന്നത് കണ്ടത് കൊണ്ടാ ഞാൻ നിൻ്റെ പുറകെ വരാനത്. സാറിൻ്റെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കേട്ടാൽ നീ തിരിഞ്ഞോടി വരുമല്ലോ എന്നോർത്ത് ഞാൻ അവിടെ തന്നെ നിന്നെയും കാത്തു നിൽപ്പായിരുന്നു. അതിനിടയിൽ കയ്യിൽ ഫയലുമായി ആ പന്ന ശ്രേയസും ഗോപികയും ഓഫീസിലേക്ക് വേഗത്തിൽ കയറിപ്പോകുന്നതും കുറച്ചു കഴിഞ്ഞ് കിളി പോയ പോലെ തിരിച്ചു വരുന്നതും കണ്ടിരുന്നു. പോണ പോക്കിൽ ആ ശ്രേയസ് എന്നെ നോക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണോ എന്തോ. പറഞ്ഞു നിർത്തിക്കൊണ്ട് അഞ്ജു അല്ലുവിനെ നോക്കിയപ്പോൾ അക്ഷമയോടെ കേട്ടിരിപ്പാണവൾ. അതൊന്ന് നോക്കിക്കൊണ്ട് അഞ്ജു തുടർന്നു. അവർ പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിന്നെ കാണാതെ വന്നപ്പോൾ ടെൻഷനോടെ ഞാൻ അകത്തേക്ക് വരാൻ നോക്കുമ്പോഴാണ് നിന്നെയും കയ്യിലേന്തി അദ്വിക് സാർ വരുന്നത് കണ്ടത്. സാറിൻ്റെ കയ്യിൽ ബോധമില്ലാതെ കിടക്കുന്ന നിന്നെ കണ്ട് വെപ്രാളത്തോടെ ഞാൻ അടുത്തേക്ക് ഓടിയെത്തിയപ്പോൾ നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അയാൾ എൻ്റെ നേർക്ക് 2 ചാട്ടമായിരുന്നു. കൂട്ടുകാരിയല്ലേ, ശ്രദ്ധിക്കണ്ടേ? വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? തനിക്ക് ബോധമില്ലേ? എന്നൊക്കെ തുടങ്ങി അയാൾ എന്നെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പക്ഷെ അതിനിടയിൽ ഞാൻ ഞെട്ടിപ്പോയത് ചതഞ്ഞു കിടക്കുന്ന അയാളുടെ കീച്ചുണ്ട് കണ്ടിട്ടാണ്. രാവിലെ വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അതേ അമ്പരപ്പിൽ തന്നെ നിന്റെ മുഖത്തേക്ക് നോക്കിയ ഞാൻ തീർത്തും ഞെട്ടിപ്പോയി. നിന്റെയും ചുണ്ടു പൊട്ടി ചോര പൊടിഞ്ഞിരിക്കുന്നു. പിന്നെ അയാൾ അവിടെയുള്ള ആളുടെ കാറിൽ ശ്രദ്ധയോടെ നിന്നെ കിടത്തിയപ്പോഴും എന്നോട് കയറാൻ പറഞ്ഞ് ഇവിടെ ഫ്ലാറ്റിലെത്തി നിന്നെ അയാൾ തന്നെ എടുത്തു കൊണ്ടുവന്ന് ബെഡിൽ കിടത്തുമ്പോഴൊക്കെ ഞാൻ വല്ലാത്തൊരു മരവിപ്പിലായിരുന്നെടി. എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാൻ നിനക്കാണെങ്കിൽ ബോധവുമില്ല. വിഷമത്തോടെ അഞ്ജു അത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ അല്ലു മുഖം പൊത്തി കരഞ്ഞു പോയിരുന്നു.
ഈശ്വര, ഒന്നും അറിയാത്ത ഒന്നിനുമില്ലാത്ത സാറിനോട് ഞാനിനി എന്ത് ചെയ്യും അഞ്ജുമ? ഇന്നെങ്ങനെ ആ മുഖത്ത് നോക്കും? എനിക്കൊന്നും ഓർമ്മയില്ലടി. എടി, നീ ഇങ്ങനെ കരയാതെ, അറിയാതെ പറ്റിപ്പോയതല്ലേ. ഇന്നലെ എവിടെ നിന്നെ ആക്കി പിന്നെ എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ സാർ ഒറ്റ പോക്കായിരുന്നു. അതുകൊണ്ടൊന്നും പറയാനും പറ്റിയില്ല. ഇന്നെന്തായാലും ഓഫീസിൽ ചെന്ന് നീ സാറിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മതി. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അഞ്ജു അവളെ സമാധാനിപ്പിക്കുമ്പോഴും അല്ലുവിൽ വല്ലാത്തൊരു കുറ്റബോധവും സങ്കടവും പേടിയും ഒക്കെ ആയിരുന്നു. ഓഫീസിൽ ആരെങ്കിലും ഇതൊക്കെ അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കേണ്ട എന്ന് പോലും അവൾക്ക് തോന്നി. പിന്നെയും കുറച്ചു നേരം ആ ഇരിപ്പ് തുടർന്ന ശേഷം വേഗം തന്നെ കുളിച്ചിറങ്ങി അഞ്ജു കൊണ്ടുവച്ച കോഫിയും ബ്രെഡ് ടോസ്റ്റും എങ്ങനെയൊക്കെയോ കഴിച്ചെന്ന് വരുത്തിക്കൊണ്ടവൾ ഓഫീസിലേക്ക് ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ ഇന്നലെ അവളെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ട ഓർമ്മയിൽ സെക്യൂരിറ്റി ചേട്ടൻ അവളെ നോക്കി ഒന്ന് ആക്കി ചിരിച്ചുവെങ്കിലും ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കാനതിൽ അവൾക്ക് ആശ്വാസം തോന്നി. എന്നാൽ അദ്വൈക്കിൻ്റെ ക്യാബിനിലേക്ക് അഞ്ജുവിനെ വിട്ട് തനിയെ നടക്കുമ്പോൾ കാലുകൾക്ക് പോലും ബലമില്ലാത്തതുപോലെ അവൾക്ക് തോന്നി. പോണ പോക്കിൽ തൻ്റെ സീറ്റിലിരുന്നു കൊണ്ട് അവളെ നോക്കി പേടിപ്പിക്കുന്ന ശ്രേയസിനെ കാണെ അവളും ദേഷ്യത്തോടെ അവനെ നോക്കി മുഖം തിരിച്ചുകൊണ്ട് അനുവാദം ചോദിച്ച് അകത്തേക്ക് കയറി. ഡോർ തുറന്ന് അകത്തേക്ക് കയറി അവളുടെ മിഴികൾ ആദ്യം തന്നെ ചെന്നു പതിഞ്ഞത് ചെറുതായി ചോര പൊടിഞ്ഞു കിടക്കുന്ന അവൻ്റെ അധരങ്ങളിലാണ്. അത് കാണവേ സ്വയം ചുണ്ടൊന്ന് നാവിനാൽ തൊട്ടുകൊണ്ടവൾ പരിഭ്രമത്തോടെ അവനെ നോക്കി. സാധാരണ അവൾ അകത്തു കയറിയാൽ ലാപ്പിൽ തന്നെ നോക്കിയിരുന്ന് ആവശ്യത്തിന് മാത്രം അവളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നവൻ ഇന്ന് അവളുടെ മുഖത്തേക്ക് തന്നെ നോട്ടം പായിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട അവളുടെ ദേഹം ഒന്ന് വിറച്ചുപോയി. അതിനേക്കാളേറെ കുറ്റബോധവും. നിറഞ്ഞ കണ്ണാലെ ഓടിച്ചെന്നവൻ്റെ കാലിൽ അവൾ പിടിച്ചപ്പോൾ അവൻ ഞെട്ടിക്കൊണ്ട് ചെയറിൽ നിന്ന് എഴുന്നേറ്റു. ഹേ ആയില്ല, താൻ എന്തായി ചെയ്യുന്നത്? നിലത്തിരുന്നവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ വിതുമ്പിക്കൊണ്ടവൾ അവനെ നോക്കി. ശേഷം അവളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം, അവൾ വളർന്നതും ശ്രേയസിനെ പരിചയപ്പെട്ടതും സ്നേഹിച്ചതും എല്ലാം അവനോട് തുറന്നു പറഞ്ഞു. ശേഷം അവനെ നോക്കി കൈകൂപ്പി. എനിക്കറിയാം സാർ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. അറിയാതെ പറ്റിപ്പോയതാണ്. ഇത്രയും കാലം അവൻ എന്നെ ഒരു കോമാളിയാക്കി എന്നൊക്കെ ഓർത്തപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആയിപ്പോയതാണ്. സാർ, ഇതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ, ഞാൻ സ്വീകരിക്കാം. തൻ്റെ മുന്നിൽ തൊഴുകയോടെ നിൽക്കുന്നവളിലെ നന്മ കൂടെ അവൻ മനസ്സിലാക്കിയ നിമിഷമായിരുന്നു അത്. ഇന്നത്തെ മോഡേൺ കാലത്ത് അറിയാതെ ചെയ്തുപോയ തെറ്റിൽ ഇത്രമാത്രം പശ്ചാത്തപിക്കുന്ന പെണ്ണിനെ അവൻ വിടർന്ന കണ്ണാലെ നോക്കി. ശേഷം അവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു, ഞാൻ പറയുന്ന ശിക്ഷ എന്തു തന്നെ ആയാലും താനത് സ്വീകരിക്കുമോ? അവൻ്റെ ഉറച്ച ശബ്ദത്തിൽ അവളൊന്ന് വിറച്ചുപോയി. എങ്കിലും തെറ്റ് മുഴുവനും തൻ്റെ ഭാഗത്തായതിനാൽ പതിയെ തലയാട്ടി. ഓക്കെ ഫൈൻ. എൻ്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് തൻ്റെ പാതിയായി വരുന്നവന് മാത്രമേ ആദ്യ ചുംബനം നൽകാവൂ എന്ന്. സോ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കിസ് കഴിഞ്ഞു പോയല്ലോ. ദെൻ മാരി മീ ആയില്ല. കണ്ണിൽ കുറുമ്പൊളിപ്പിച്ച് പറയുന്നവനെ അല്ലു ഞെട്ടിത്തരിച്ച് നോക്കി നിന്നുപോയി. ജോബ് റിസൈൻ ചെയ്യാനോ മറ്റോ ആയിരിക്കും അവൻ പറയുക എന്നോർത്ത് അവൻ പറയുന്നതിന് വേണ്ടി കാത്തു നിന്നവൾ അവൻ പറയുന്നത് കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി. എല്ലാത്തിനുമുപരി തണലിലെ പാട്ടിയമ്മ തനിക്ക് പറഞ്ഞു തന്ന അതേ കാര്യം തന്നെ അവനും എങ്ങനെ പറഞ്ഞു എന്ന സംശയവും അവൾക്കുള്ളിൽ നിറഞ്ഞു. ഇന്നലെ ബോധമില്ലാതെ ഇതൊക്കെ അവനോട് താൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് എന്ന് അവൾക്കറിയില്ലല്ലോ. ആലി ഒന്നും പറഞ്ഞില്ല. കാതിനടുത്തായി അവൻ്റെ പതിന സ്വരം കേട്ടപ്പോൾ അവൾ അതേ അമ്പരപ്പോടെ അവനെ നോക്കി. സാർ, ഞാൻ അത് പെട്ടെന്ന് തന്നെ തീരുമാനം പറയണ്ട, ആലോചിച്ച് തീരുമാനം പറഞ്ഞാൽ മതി. എന്തായാലും ഒരു ചുംബനത്തിലൂടെ ഈ അദ്വൈക് ഈശ്വറിനെ പിടിച്ചു നിർത്തിയ പെണ്ണല്ലേ. കാത്തിരുന്നോളാം ഞാൻ നിന്റെ മറുപടിക്കായി. അവളെ നോക്കി പതിന്ന സ്വരത്തിൽ അതും പറഞ്ഞുകൊണ്ടവൻ ചെയറിൽ പോയി ഇരിക്കുന്നത് അവൾ ഏതോ ലോകത്തെന്ന പോലെ നോക്കി നിന്നുപോയി. എന്നിട്ടോ അഞ്ജുമ്മേ, അച്ഛയോട് അമ്മ എപ്പോഴാ യെസ് പറഞ്ഞേ? 6 വയസ്സുകാരി അമ്മൂട്ടി ചോദിക്കുന്നത് കേട്ട് അഞ്ജു ഒരു കുസൃതി ചിരിയോടെ അടുത്ത ലാപ്പിൽ വർക്ക് ചെയ്തിരിക്കുന്നവളെ നോക്കി. ശ്രദ്ധ ലാപ്പിലാണെങ്കിലും ആ കവിളിലെ ചുവപ്പ് തെളിയിക്കുന്നുണ്ടായിരുന്നു അവൾ ആ ഓർമ്മകളിലായിരുന്നു എന്ന്. അത് കഴിഞ്ഞ് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നിന്റെ അമ്മ നിന്റെ അച്ഛയ്ക്ക് മുന്നിൽ വീണില്ലേ അമ്മൂട്ടി? ഹോ, അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെ ആയിരുന്നു. ദേ മതി മതി എന്നെ ഇട്ട് കളിയാക്കിയത്. അമ്മൂട്ടി പോയി കളിച്ചോ. എത്ര തവണ കേൾക്കണം നിനക്ക് ഈ കാര്യം? എനിക്കിത് കേൾക്കാൻ ഒത്തിരി ഇഷ്ടമായിട്ടാ അമ്മ. വലുതായാൽ അമ്മൂട്ടിക്കും അങ്ങനെ ആരെയെങ്കിലും കിട്ടിയാലോ.
കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് കുണുങ്ങി ചിരിച്ചുകൊണ്ട് ഓടുന്നവളുടെ പിറകെ പല്ലു കടിച്ചുകൊണ്ട് അല്ലുവും ഓടുന്നത് നോക്കി ഒരു ചിരിയോടെ അഞ്ചു തൻ്റെ വീർത്ത വയറിൽ തലോടിയിരുന്നു. അവളുടെ കല്യാണം 2 കൊല്ലം മുന്നേ കഴിഞ്ഞിരുന്നു. അദ്വിക്കിൻ്റെ അമ്മാവൻ്റെ മകൻ ശരത്തായിരുന്നു വരൻ. ആലിയുടെയും അദ്വിക്കിൻ്റെയും കല്യാണത്തിന് വന്നപ്പോഴേ ശരത്തിന് അവളെ കണ്ട് ഇഷ്ടമായിരുന്നു. ഒത്തിരി പിന്നാലെ നടന്നാണ് അവൻ അവളെ കൊണ്ട് ഇഷ്ടം പറയിപ്പിച്ചത്. ഇപ്പോൾ ശരത്ത് ബിസിനസ് ആവശ്യത്തിനായി പുറത്താണ്. അഞ്ജുവിനിത് 5-ാം മാസവും. കഴിഞ്ഞു പോയതൊക്കെ ഓർത്തൊരു പുഞ്ചിരിയോടെ അവൾ ഫോണെടുത്ത് ശരത്തിൻ്റെ നമ്പറിൽ ഡയൽ ചെയ്തു. ഇതേ സമയം പിടിതരാതെ ഓടിമറിയുന്ന അമ്മൂട്ടിക്ക് പിറകെ ഓടിയവളെ ഒരു കൈ പിറകിൽ നിന്ന് പൊക്കിയെടുത്ത് ഒരു റൂമിലേക്ക് കയറ്റി. ദേ എന്നെ വിട് ആദ്യേട്ടാ, ആ പെണ്ണ് പറഞ്ഞു പോയത് കേട്ടില്ലേ, നല്ലത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഷർട്ടില്ലാത്ത അവൻ്റെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് വീർത്ത മുഖത്തോടെ അവൾ പറഞ്ഞപ്പോൾ അവൻ കുറുമ്പോടെ ഒന്ന് ചിരിച്ചു. അവൾ പറഞ്ഞതിൽ എന്താ തെറ്റെൻ്റെ ആലി? അവളുടെ അമ്മ കണ്ടുപിടിച്ചതുപോലെ അവൾക്കുള്ളയാളെ സമയമാകുമ്പോൾ അവളും കണ്ടുപിടിക്കട്ടെന്നേ. പക്ഷേ അന്നാ ചുംബനത്തിലൂടെ നീ എനിക്ക് തന്ന കിക്ക് വേറെ ആർക്കും പകർന്നു കൊടുക്കാനാവില്ലടി. അത്രയും പറഞ്ഞുകൊണ്ടവൻ അവളെ കയ്യിലെടുത്തുയർത്തിക്കൊണ്ട ചോരച്ചുണ്ടിൽ ചുണ്ടുകൾ അമർത്തി. ഒരിക്കലും മടുക്കാത്ത ലഹരി പോലവൻ അവളെ നുകർന്നു കൊണ്ടിരുന്നു. അടങ്ങാത്ത പ്രണയത്തോടെ അവനിൽ ലയിച്ചുകൊണ്ട് അവളും. ഫ്രണ്ട്സ്, നമ്മുടെ കിസ് സ്റ്റോറി എന്ന ഈ സ്റ്റോറിയും കൂടി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ 3 പാർട്ടുള്ള സ്റ്റോറിയാണ്. ഇതിൻ്റെ മുന്നേയുള്ള പാർട്ടും കൂടി വായിച്ച് കേട്ട് നോക്കി അഭിപ്രായം പറയണം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഊർജം. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.